ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറെ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് എങ്ങാണ്ടാണ് ലാസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോ രാവിലെ എണീറ്റ് പല്ലുതേപ്പ്, കുളി, ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ടേബിളിന്റെ സെറ്റപ്പ് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ആ ഒരു ബുക്ക് കാർട്ട് എടുത്തിട്ട് ആ സൈഡിലേക്ക് വെച്ചതാണ്. ഇതിപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പെൻപാല് കിട്ടിയതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് റിപ്ലൈ അയച്ചിട്ടില്ല. ഗിഫ്റ്റ്സും ലെറ്റേഴ്സും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും മഴ കാരണം എനിക്ക് അയക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് മഴയ്ക്കൊരു കുറവ് കണ്ടപ്പം ഇന്ന് അയക്കാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കാലമായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു വെക്കും. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഡെയിലി പ്ലാനറിൽ എഴുതി വെക്കുകയാണ്. ഈ ഡെയിലി പ്ലാനർ ഞാൻ അൺബോക്സ് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പർപ്പിൾപ്പിന്ന് സെൻഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേഗം തന്നെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം മഴ പെയ്താൽ പിന്നെ എനിക്ക് പോകാൻ പറ്റൂല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടാസ്ക് ഇത് പാക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യണം. പിന്നെ ലെറ്ററിനോട് അയക്കാനുള്ള ഗിഫ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ, ഇവിടെ അടുത്തായിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പൊന്നും ഇല്ല. ഒന്നുണ്ടായിരുന്നു, പക്ഷെ അതെന്താ ക്ലോസ് ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള കുറച്ച് ഷോപ്പിൽ നിന്ന് റാൻഡം ആയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചു. അതും പിന്നെ ഇവിടെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ജേർണൽ സപ്ലൈസ് എന്ന് പറഞ്ഞ് വലുതായിട്ട് കാര്യങ്ങളൊന്നും വാങ്ങി വെക്കാറില്ല. ജേർണൽ ചെയ്യുന്നത് തന്നെ കുറച്ച് വാഷി ടേപ്പ് ഉണ്ട്, പിന്നെ പ്രിന്റ് എടുത്ത കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, വലുതായിട്ട് ജേർണൽ സപ്ലൈസ് അയക്കാനൊന്നുമില്ല. പിന്നെ ഷഹനാസ് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഓർഗനൈസറിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു അനോട്ടേഷൻ ടാബ് കാണാറുണ്ടാവും. അതും കൂടെ ഗിഫ്റ്റ്സിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ ഒരു സംഭവം ടേബിളിൽ ഉണ്ടെങ്കിലും ഇങ്ങനെ നല്ല സംഭവം കണ്ടാൽ എനിക്ക് എന്താ യൂസ് ചെയ്യാൻ തീരെ തോന്നൂല. കൂടിപ്പോയാലൊരു 4 പീസ്, പീസല്ല, സ്റ്റിക്കേഴ്സ്, അത് മാത്രമേ അതിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പാക്കറ്റിലൊക്കെ ആക്കി അവിടെ തന്നെ വെച്ചു. ഇനിയിപ്പം ഞാനോ യൂസ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും കൊടുത്താൽ അതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഞാൻ ഷഹനാസിന് ആഡ് ചെയ്തു. പിന്നെ പറയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, കയ്യിൽ കിട്ടിയ റാൻഡം ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി. പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് മഴയായതുകൊണ്ട് തന്നെ ഒരു സൗണ്ട് വരുമ്പം ഒരു ക്ലിയർ ആവാത്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പൊ കൊടുക്കുമ്പോൾ തന്നെ പുറത്ത് മഴയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തോ വോയിസ് ഓവറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ സോറി, പുറത്ത് മഴയായതുകൊണ്ടാണ്. പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്യൂ. എനിക്ക് ഇതൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കെന്തോ നൊസ്റ്റു അടിച്ചു. ഏതെന്ന് വെച്ചാൽ ഞാൻ അന്ന് കലണ്ടറൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തില്ലേ, ആ ഒരു നൊസ്റ്റു അടിച്ചു. ഇതെന്തോ പാക്ക് ചെയ്യുമ്പോഴും പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ. എഗെയിൻ പാക്കിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ എടിപിടി പാക്ക് ചെയ്ത് പോവുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു മഴയായാൽ എനിക്ക് പോകാൻ പറ്റില്ല. 3-4 ദിവസമായി ഞാൻ ഇന്ന് പോവും എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്നൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും പോകണം. കൂടെ തന്നെ ഈ ഗിഫ്റ്റ് ഒന്നും ഞാൻ പാക്ക് ചെയ്ത് വെക്കാഞ്ഞത് വീഡിയോസിലും കൂടെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ ഇപ്പം വിചാരിക്കുന്നു, അപ്പോഴേ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കേണ്ട ആ ഒരു സമയം കൂടി ലാഭിച്ച് വേഗം പോവായിരുന്നു. മഴ പെയ്താൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടില്ല, കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. പക്ഷെ വെയിലില്ല, മഴ പെയ്യോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇത്ര കൺഫ്യൂഷൻ, പെയ്യോന്ന്. എന്തായാലും കുഴപ്പമില്ലാണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഞാൻ പെൻപാൽ ഓപ്പണിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ പേര് പെൻപാൽ സെൻഡ് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ കറൻ്റ്ലി ഞാൻ പെൻപാലൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പറയാം. എന്തായാലും നമ്മുടെ പാക്കിംഗ് ഒക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ എഴുതി ഈ ഒരു പാക്കറ്റിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. പോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്തു. ഈ ഒരു ടോപ്പാണ് ഞാൻ ഇടുന്നത്. പിന്നെ ക്വിക്ക് മേക്കപ്പ് ഒന്നുമല്ല, BB ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്കും കൂടെ കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്കാണ് മുഖ്യം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഈ ഒരു വലിയ ബാഗാണ് ഞാൻ എടുക്കുന്നത്. ഇതാവുമ്പോൾ ആ പാക്കറ്റ് കറക്റ്റായിട്ട് കൊള്ളുകയും ചെയ്യും, വേറെ പിടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലേക്ക് കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ബാഗ് തന്നെ എടുക്കാമെന്ന്. പിന്നെ ഒരു ഓട്ടോ വിളിച്ച് വേഗം പോസ്റ്റ് ഓഫീസിലേക്കാണ് ഫസ്റ്റ് തന്നെ വന്നത്. സംഭവങ്ങളൊക്കെ സക്സസ്ഫുള്ളി നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് എത്തി. ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിലെത്താൻ. പക്ഷെ അപ്പം ചോറ് കഴിക്കാൻ തോന്നിയില്ല, ഒരു ബൂസ്റ്റ് ഉണ്ടാക്കി. ഈ ഒരു മഗ് ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മഗ്ഗാണ് എടുത്തത്. ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ നിങ്ങളൊരു ഹാർട്ട് കാണുന്നുണ്ടോ മുകളിലായിട്ട്? അതും വെറുതെ ഒരു മഗ്ഗിലല്ല നമ്മുടെ ഹാർട്ട് വന്നിട്ടുള്ളത്. ഈ ഹാർട്ടിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്ന മഗ്ഗിലാണ്. ഇതിനെയൊക്കെ കോയിൻസിഡൻസ് എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിക്കുക?
എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പുറത്തു പോയ സമയത്ത് ഇങ്ങനെ കുറച്ച് പ്രിന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് പ്രിന്റ് ചെയ്തത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ സ്ട്രോബെറി വ്ളോഗ് എടുത്തില്ലേ, ആ ഒരു സമയത്താണ് ലാസ്റ്റ് പ്രിന്റ് എടുത്തത്. പിന്നെ അങ്ങനെ പ്രിന്റ് എടുക്കാനായിട്ടൊന്നും പുറത്തു പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് പിന്നെ പോയത്. ഇതെങ്ങനെയാണ് പ്രിന്റ് ചെയ്യാന്ന് ചോദിക്കുന്നവരോട് കമന്റ് ബോക്സിൽ എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് എനിക്കറിയാം. വേറെ പല ചാനൽസും എങ്ങനെയാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനായിട്ട് അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഇടണമെന്ന് തോന്നില്ല. സോ അവരെ റെഫർ ചെയ്യുക. ബൂസ്റ്റൊക്കെ കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലഞ്ചും കൂടെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം 3:30-4 മണി ആയപ്പോൾ ഞാൻ വീണ്ടും റൂമിലേക്ക് എത്തി. അടുത്തൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഒഴിക്കണം. വെള്ളത്തിലാണ് ഇതുള്ളത്, പക്ഷേ വെള്ളം വറ്റി വറ്റി തീരാനായിട്ടുണ്ട്. ഇത് ഞാൻ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വെള്ളം ഒഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് മണ്ണിലുള്ള ചെടികളൊന്നും ഞാൻ റൂമിൽ വെക്കാത്തത്. ഞാൻ വെള്ളം ഒഴിക്കൂല. ഇതിപ്പോൾ വെള്ളത്തിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. ലാസ്റ്റ് ഒരു വെള്ളം തീരാനാവുന്ന ആ സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇന്നാണ് ആ സമയം. ഞാൻ ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു ടാസ്ക് ഇതാണ്. സോ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആ ഒരു മിറർ ബോൾ പ്ലാന്റർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. വീഡിയോ ചാനലിലായിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ബൗളിലാണ് ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഒഴിച്ചത്. ഇതിലും കൂടെ വെള്ളം നിറച്ചിട്ട് എന്തെങ്കിലും ഒരു പ്ലാന്റ് വെക്കണം. ഈ ഒരു സ്നേക്ക് പ്ലാന്റിൽ വെള്ളം ഒഴിച്ചിട്ട് കുറേ നാളായി. വെള്ളം സത്യം പറഞ്ഞാൽ തീരെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അത് ലിവ് ചെയ്യുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം. ഇനി ജേർണൽ ടൈമാണ്. ഇപ്പോഴുള്ള വീഡിയോസിലൊക്കെ ജേർണലിംഗ് അത് നിർബന്ധമാണ്. അങ്ങനെയാണല്ലോ. ഇന്നാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു മാച്ച തീമിൽ ജേർണലിംഗ് ചെയ്യാന്ന്. ഈ ഒരു തീം എടുക്കാനുള്ള വൺ ഓഫ് ദ റീസൺസ് എന്താന്ന് വെച്ചാൽ, ഞാൻ ഡെസ്ക് മേക്ക് ഓവർ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് മാച്ച ഗേൾ സ്റ്റൈലാണ്, മാച്ച ഗേൾ തീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ആ ഒരു തീമിൽ തന്നെ ഒരു ജേർണൽ ചെയ്യാന്ന്. ഫൺ ഫാക്ട് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ മാച്ച ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ വീഡിയോസിലായാലും പിൻട്രസ്റ്റിലായാലും ഒക്കെ കാണുന്ന ഒരു സംഭവമാണ് മാച്ച. സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈം കാണുന്നത് മുതൽ, അതായത് നേരിട്ടല്ല വീഡിയോസിൽ കാണുന്ന മുതൽ എനിക്ക് അതിൻ്റെ കളറും അത് മിക്സ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഞാൻ അങ്ങനത്തെ പല വീഡിയോസും കൂടെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ട് ഒരുമാതിരി എന്തോ ഒരു എക്സ്പ്രഷനൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാച്ച മേ ബി ടേസ്റ്റി ആയിരിക്കാം, പക്ഷേ എവ്രി വൺസ് കപ്പ് ഓഫ് ടീ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അത് വേസ്റ്റ് ആവുമല്ലോ, അങ്ങനെ ഒരു ഭയമുണ്ട്. സോ ആരെങ്കിലും മാച്ച ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്ന് നമുക്കിങ്ങനെ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കഴിയുന്ന പോലെ വേർഡ്സിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ടേബിളിലൊരു മാച്ച സെറ്റപ്പ് വരാൻ വേണ്ടിയിട്ട് വേണ്ടാത്ത ഐറ്റംസ് ഒക്കെ മാറ്റി പിന്നെ ഒന്ന് അങ്ങനെ ഇങ്ങനെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇന്ന് പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഈ ഒരു ഗ്രിഡ് പേപ്പറാണ്. ഇതെന്തോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തോ എന്തോ അവിടുത്തെ പ്രിന്റിംഗ് മിസ്റ്റേക്കോ എന്താ അറിയില്ല, ഇങ്ങനെ ഒരു താഴോട്ട് വേറൊരു ഷെയ്ഡോ മേലോട്ട് വേറൊരു ഷെയ്ഡോ അങ്ങനെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം കാണാൻ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യം സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള വാഷ് ടേപ്പാണ്. ഇതിലൊരു ഗ്രീൻ കളർ പോലെ വന്നത് കണ്ടിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ യൂസ് ചെയ്യാം, അങ്ങനെ എടുത്തതാണ്. പിന്നെ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക്, ഗ്രീന് അതൊക്കെ വരുന്ന കുറച്ച് കളർ പെൻസിൽസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പിക്ചേഴ്സും ഉണ്ട്. 2 ഗ്രീൻ കളറുള്ള പേപ്പറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും എഴുതിയിട്ട് തോട്ട്സ് എഴുതിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓൾസോ നമ്മൾ ഇത്രയും കാലം ചെയ്ത ജേർണൽ ഇങ്ങനെ ഗ്രിഡ് പേപ്പർ സെൻറ്ററിൽ ഒട്ടിച്ചിട്ടാണ്. ട്വിസ്റ്റ് ഒന്നും ഇല്ല, ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്താന്ന് എനിക്കറിയില്ല, എനിക്ക് ആ സെൻറ്റർ പോർഷനിൽ ഒട്ടിച്ചാൽ തന്നെ അതൊരു സെറ്റായ പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് വേറെ മാറ്റി പിടിക്കാൻ എന്തോ പോലെ. കഴിഞ്ഞ വാട്ടർമെലനിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്, എന്നാലും എനിക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടം മാറുന്നില്ല. കൈൻഡ്ലി നോട്ട്, നിങ്ങൾ ആ വീഡിയോയിലുള്ള ക്ലോക്കിലേക്കൊന്ന് നോക്കിയേ. ആ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല, ബാറ്ററി മാറ്റാനുള്ള സമയമായിട്ടും ഞാൻ മാറ്റിയിട്ടില്ല. ഇടയ്ക്ക് നടക്കും, പിന്നെ സ്റ്റെക്കാവും, ഇടയ്ക്ക് നടക്കും, സ്റ്റെക്കാവും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ ക്ലോക്കിലേക്കൊന്ന് നോക്കി സമയം നടക്കുന്നില്ലല്ലോ, ഇതെന്താ ഈ സമയമല്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, എന്നാലും ഞാനെന്തോ പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ പേപ്പർ കട്ടിങ്സ് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ ആദ്യം തീരുമാനിച്ച് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ. ആ ഗ്രിഡ് ലൈൻസിന്റെ താഴേക്ക് പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ്, പക്ഷേ അതൊരു സ്റ്റൈലായി. ഇനി ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ പേപ്പറിൽ എന്തെങ്കിലും കോട്ട്സ് എഴുതണം. നമുക്ക് കുഞ്ഞു കഷ്ണം മതി പേപ്പറിന്റെ, അപ്പോൾ അത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക.
കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തോട്ട്സ് എഴുതണം. തോട്ട്സ് പ്രത്യേകിച്ച് ഒന്നും എഴുതുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എഴുതുന്നത്. ഈ മാച്ച കുടിക്കാൻ ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ അടിപൊളിയാണ്, ഭയങ്കര ഫാസിനേഷൻ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെയാണ് എഴുതുന്നത്. പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ ഒന്നും എഴുതാണ്ട് ബ്ലാങ്ക് ആയിട്ട് പിക്ചേഴ്സ് മാത്രം സ്റ്റിക്ക് ചെയ്തിടുമ്പം എന്തോ ഒരു കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഇങ്ങനത്തെ തോട്ട്സും കൂടി എഴുതിയാൽ ഒരു സ്റ്റൈലല്ലേ. വേറൊരു ക്യുക്ക് അപ്ഡേറ്റ് ആണോ? ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷെ നടന്നില്ല. സ്റ്റാർട്ട് ചെയ്യും പക്ഷെ നിന്നു പോകും. പക്ഷെ ദിസ് ടൈം ഫോർ ഷുവർ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന കാര്യം. ആക്ച്വലി ഞാൻ ഡെയിലി എന്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. എന്നാലും ഐ ഹാവ് പുട്ട് ടുഗദർ സം കൂൾ ഐഡിയാസ് ഫോർ ഡെയിലി ഷോർട്സ്. അങ്ങനെയൊക്കെ ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും പറ്റുന്ന പോലെ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അതൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇനിയാണ് ഒരു ട്വിസ്റ്റ്. ഞാൻ വെറുതെ വേണ്ടാത്ത പണിക്ക് പോയതാണ്. വാഷി ടേപ്പ് വേണമെന്ന് എനിക്ക് പിന്നെ തോന്നിയില്ല. ഓക്കെ, അതൊക്കെ മാറ്റി വെച്ച്. പക്ഷെ ഈ കളർ പെൻസിൽസ് വെച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്ത് ആ പേജ് അങ്ങ് കൊളാക്കി വെച്ചു. കൊളായോ എന്ന് ചോദിച്ചാൽ അത്ര കുളമൊന്നും ആയില്ല. പക്ഷെ എനിക്കെന്തോ ആ ബോർഡർ പോലെ എന്തോ കൊടുക്കാൻ തോന്നി. ഞാൻ അങ്ങനെ തന്നെ ഒന്നും ആലോചിക്കാണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് തോന്നി. പക്ഷെ ഒന്നിന് മാത്രം കൊടുത്ത് വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പം ഞാൻ എല്ലാത്തിനും കൊടുത്തു. അപ്പോൾ എനിക്കെന്തോ കുറച്ചുകൂടെ എന്തൊക്കെയോ പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പ് വരയ്ക്കാമെന്ന് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പ് എടുത്തു. അപ്പം പിന്നെ മൊത്തം കൊളായി. ഒറ്റ നോട്ടത്തിൽ വലിയ കൊളായിട്ടൊന്നും ഇല്ല. പക്ഷെ എനിക്കെന്തോ മിനിമലായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ നേരത്തെ ചെയ്തപ്പോൾ ഓക്കെ സെറ്റ് എന്ന് തോന്നിയോണ്ടാണോ എന്നറിയില്ല. എനിക്കിങ്ങനെ ഓരോ ഡെക്കറേഷൻ ചെയ്യുമ്പോഴും, അതിപ്പോൾ എല്ലാ ജേണൽ ചെയ്യുന്ന വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ കൊളാവോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എനിവേ പറയാൻ മാത്രം കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ അത്ര അങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഡയലോഗ്, ഇതിപ്പോൾ എൻ്റെ ജേണലല്ലേ, ഞാനിതിപ്പോൾ ആർക്കും വാല്യൂ ചെയ്യാൻ കൊടുക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ എന്ത് ജേണലിൽ എന്ത് ചെയ്താലും ഇപ്പം എന്താ, ലാസ്റ്റ് കൊളാവുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ അങ്ങോട്ട് എത്തും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് കേട്ടോ ഈ ഒരു ജേണൽ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഏതൊരു ജേർണൽ പേജ് കംപ്ലീറ്റ് ചെയ്താലും നമ്മളിങ്ങനെ ഫസ്റ്റ് മുതൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലിപ്പ് ത്രൂ പോലെ പോവും. ഇപ്പോഴാണെങ്കിൽ കുറച്ചധികം പേജസ് ഫില്ലായി വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു തുള്ളിച്ചാട്ടം എൻ്റെ മനസ്സിലുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ജേർണൽ ചെയ്യുമ്പോൾ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ കമൻ്റ് ആണ്, ഈ ഒരു ജേർണൽ എവിടെ നിന്നാണ്? ഈ ഒരു ജേർണൽ ബ്ലാക്ക് പ്ലെയിൻ ജേർണലാണ്. ഞാൻ പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ജേർണലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ന്യൂ ഇയറിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലുണ്ട്. 5 മണി 5:30 ആ ഒരു സമയമാകുമ്പോൾ ഇപ്പോൾ എപ്പോഴുള്ള ശീലമാണ് ചായ കുടിക്കുക. പണ്ടൊന്നും ഞാൻ ചായ കുടിക്കാറില്ലായിരുന്നു, ഇപ്പം അതൊരു ശീലമായി മാറി. ആദ്യം ക്യാമറ ഓണാക്കി വെച്ച് അഭിനയിച്ചതാണെങ്കിലും പിന്നെ എന്തോ രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞത് ഇങ്ങനെയായി. ഞാൻ എന്തോ പറഞ്ഞത് ശരിയായി മാറി. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നിങ്ങളിപ്പോൾ മുഖത്ത് കണ്ടത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വെറുതെ കഥയൊക്കെ പറഞ്ഞ് ചായ തീരാറായി. അതൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തില്ല. കുറച്ചൊരു സമയം, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ. 7-7:30 ആയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല, രാത്രി സമയമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻ്റെ കാര്യത്തിൽ കുറേ സമയം പോകുന്നത് ഈ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കേണ്ട കാര്യത്തിലാണ്. ആ ഒരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ജേർണലിംഗ് ചെയ്യാമല്ലോ. അതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ കുറച്ച് പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം കുറേ പിക്ചേഴ്സ് കട്ട് ചെയ്താൽ എന്തായാലും കൈവേദനിക്കും. ഇന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പിക്ചേഴ്സാണ് മാറ്റി വെച്ചത്. ഇത് തന്നെ ഞാൻ മൊത്തം കട്ട് ചെയ്യുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാലും കുറച്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ റഫായിട്ട് ഇങ്ങനെ പിക്ചേഴ്സ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് കറക്റ്റ് കുറച്ച് വൈറ്റ് വരുന്ന രീതിയിൽ ഔട്ട്ലൈൻ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയും റഫായിട്ട് കട്ട് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് തോന്നി ബാക്കിയുള്ള 2 കുറച്ച് വലിയ ഷീറ്റ് കാണുന്നില്ലേ, അതിന്ന് കട്ട് ചെയ്യാൻ പറ്റൂല എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പം റഫായിട്ട് കട്ട് ചെയ്ത സംഭവം ഒന്ന് ഔട്ട്ലൈൻ കൊടുത്ത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഇനി ചെയ്യാമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം. അങ്ങനത്തെ രീതിയിൽ ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചതാണ്.
വീണ്ടും പറയാൻ വിട്ടുപോയി, നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീക്രട്ട് സ്റ്റാറിനായിട്ട് തന്നെയാണ് പേര്. കറന്റ് പ്രൈവറ്റ് ആണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ അത് പബ്ലിക് ആക്കുന്നുള്ളൂ. സോ അതിൽ റിക്വസ്റ്റ് ഇട്ടാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തോളാം. ആ അക്കൗണ്ടിൽ ഇപ്പം ഞാൻ അത്ര ആക്റ്റീവ് അല്ല, പക്ഷെ ആക്റ്റീവായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് പോകണം. അക്കൗണ്ടിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജനാലൊക്കെ തുറന്ന് കാറ്റൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കടന്നോട്ടെ, എന്നിട്ട് ആ ഒരു ആംബിയൻസിൽ കട്ട് ചെയ്യാൻ. എന്നിട്ട് ജനാലൊക്കെ തുറന്ന് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം എടുത്തു വെച്ച പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അപ്പം തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് മാറ്റി. അഥവാ സമയം ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ച ആ ഒരു പിക്ചേഴ്സ് ഞാൻ ഇന്ന് കട്ട് ചെയ്തില്ല. ഞാനിന്ന് ഫയലിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കട്ട് ചെയ്ത പിക്ചേഴ്സ് ഒക്കെയാണ് ഇത്. ഇന്ന് മീൻസ് ഇപ്പം കട്ട് ചെയ്ത പിക്ചേഴ്സ് ഒക്കെയാണ് ഇത്. ഞാൻ പല വീഡിയോസിലൊക്കെ ഇങ്ങനെ സെലോ ടാപ്പിൽ അങ്ങനെയൊക്കെ ഒട്ടിച്ച് കട്ട് ചെയ്ത് സ്റ്റിക്കേഴ്സ് ആയിട്ട് തന്നെ മാറ്റി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ടോ അല്ലെങ്കിൽ മറ്റേതും കൂടെ ചെയ്താലാണ് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ പശ തേച്ചിട്ട് ഒട്ടിക്കുന്നതാണ്. അപ്പം പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല. ഇനിയുള്ള ടാസ്ക് ഇതിനൊക്കെ ഒരു ബോക്സിലോ അങ്ങനെ എന്തെങ്കിലും ആക്കണം. പക്ഷെ അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു ബോക്സ് ആയിട്ടുള്ള ഒന്നും ഇവിടെ കണ്ടില്ല. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഇട്ട് വെച്ചു. ഇതിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ രാവിലെ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചില്ലേ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത കാര്യമൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. സോ ഞാൻ അതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചെയ്യുന്നത്. ഇന്ന് ചെയ്യാനുള്ള ടാസ്ക് ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. പിന്നെ താഴെയായിട്ട് ഇന്നത്തെ ഡേ ഒന്ന് റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 5ൽ ഒരു 4 സ്റ്റാറാണ് കൊടുത്തത്. 5 സ്റ്റാർ കൊടുക്കാനുള്ള അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പുറത്ത് നല്ല ഇടി, മഴ, മിന്നൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വേഗം തന്നെ ഫോണൊക്കെ ഓഫ് ചെയ്ത് കിടക്കണം. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. അപ്പം പറഞ്ഞതുപോലെ കുറേ നാളിന് ശേഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പുറത്ത് മഴയാണ്, അതുകൊണ്ട് തന്നെ ചില തകരാറുകൾ ഉണ്ടാവും, സോറി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ക്ലിപ്പ് വരെ നിങ്ങൾ കണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.